നമ്മൾ സ്കാൻഎഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷനെ കുറിച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ പ്രിൻ്റ്എഫിനെ പറ്റിയിട്ടൊരു പ്രിൻ്റ്എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ഡിവൈസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾ, ഇൻപുട്ട് സ്വീകരിക്കുന്ന ആൾ എന്നല്ലേ. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്തോ ഒരു ഇൻപുട്ടിനെ ക്യാച്ച് ചെയ്തിട്ട് എടുത്തു വെക്കുന്ന ആൾ എന്നുള്ളതാണ്. സ്കാൻഎഫ് ഫംഗ്ഷൻ ചെയ്യുന്നത് കീബോർഡ് വഴി യൂസർ എൻ്റർ ചെയ്ത് തരുന്നൊരു വാല്യൂവിനെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് സ്കാൻഎഫ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് #include stdio.h എന്നൊരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്. പ്രിൻ്റ്എഫിൽ പറഞ്ഞതുപോലെ തന്നെ സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഡെഫിനിഷൻ, എന്താണ് സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള ഡെഫിനിഷൻ ഉള്ളത് stdio.h എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലിൻ്റെ ഉള്ളിലാണ്. സ്കാൻഎഫ് എന്ന് മാത്രമല്ല, ഏത് ഇൻപുട്ട് ഫംഗ്ഷനും ഏത് ഔട്ട്പുട്ട് ഫംഗ്ഷനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും stdio.h എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, stdio.h എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്കാൻഎഫ് നോക്കാം. സ്കാൻഎഫിൻ്റെ സിൻടാക്സ് വരുന്നത് ഇങ്ങനെയാണ്. സ്കാൻഎഫ് ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്യുക, കൺട്രോൾ സ്ട്രിങ് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക. കൺട്രോൾ സ്ട്രിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോർമാറ്റ് സ്പെസിഫയർ, കോമ ആംബസാൻഡ് വേരിയബിൾ നെയിം. ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ആംബസാൻഡ് വേരിയബിൾ നെയിം. ഇതാണ് സ്കാൻഎഫിൻ്റെ സിൻടാക്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. സ്കാൻഎഫ് %d, ആംബസാൻഡ് a. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താ? സ്കാൻഎഫ് %d, %c, f, %s ഒക്കെ ഉണ്ട്. %d കൊണ്ട് ഉദ്ദേശിക്കുന്നത് d ഫോർ ഡെസിമൽ എന്നാണ്. ഇൻറ്റിജർ നമ്പറിനെയാണ് വാങ്ങി വെക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് %d, ആംബസാൻഡ് a. ആംബസാൻഡ് a എന്ന് പറഞ്ഞാൽ a എവിടെയാണോ ഉള്ളത് ആ എൻ്റെ അഡ്രസ്സിൽ പോയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് തരുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ്. സപ്പോസ് 5 ആണെങ്കിൽ 5 എയിൽ പോയിട്ട് സ്റ്റോർ ചെയ്യാം. ഈ ആംബസാൻഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ഓപ്പറേറ്ററാണ്. എക്സാക്റ്റ് ആയിട്ട് ഈ എൻ്റെ അഡ്രസ്സ് തന്നെ പോയിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരാൾക്ക് ലെറ്റർ അയക്കുകയാണ്. ഞാൻ ലെറ്റർ അയക്കാൻ പോകുന്ന ആളുടെ പേര് എന്താ പറയുക, അശ്വതി എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചുമ്മാ അശ്വതി എന്ന് മാത്രം അയച്ചാൽ അശ്വതിക്ക് ആ ലെറ്റർ എത്തില്ല. അശ്വതിയുടെ അഡ്രസ്സ് കൂടെ ഞാൻ അയക്കണം എന്ന് പറയുന്നത് പോലെ എന്ന് മാത്രം എഴുതിക്കൊണ്ട് കാര്യമില്ല. എൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംബസാൻഡ് എഴുതുന്നത്. ഓക്കെ, ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ സ്ക്രീനിൽ ഒരു സ്ക്രീൻ വരച്ച് വെച്ചിട്ടുണ്ട്. എൻ്റർ എ നമ്പർ എന്നുള്ളത് സ്ക്രീനിൽ വരണം. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, എൻ്റർ എ നമ്പർ എന്ന സ്ക്രീനിൽ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ആലോചിക്കുക. ഇനി ഇവിടെ ഞാനൊരു ഡാഷ് എന്നുള്ള രീതിയിലൊരു വര വരച്ചിട്ടുണ്ട്. ഈ വരയുടെ അർത്ഥം എൻ്റർ എ നമ്പർ. യൂസർ ഇവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പോവാണ്. എന്തോ ആയിക്കോട്ടെ, ആ നമ്പർ ഞാൻ എൻ്റർ ചെയ്യുന്നു. നമ്പർ ഈസ്, ഇവിടെ ഞാൻ എന്ത് നമ്പറാണോ എൻ്റർ ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് എൻ്റെ പ്രോഗ്രാം എന്ന് വിചാരിക്കും. പ്രിൻ്റ്എഫ് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ പ്രിൻ്റ്എഫിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റർ എ നമ്പർ എന്നുള്ളത് വരണം. അങ്ങനെ എൻ്റർ എ നമ്പർ എന്നുള്ളത് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് പ്രിൻ്റ്എഫ്. ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് പ്രിൻ്റ്എഫ്. ഞാൻ എഴുതുകയാണ്, പ്രിൻ്റ്എഫ് എൻ്റർ എ നമ്പർ. പ്രിൻ്റ്എഫിൻ്റെ ഉള്ളിൽ ഡബിൾ കോഡ്സിൽ എൻ്റർ എ നമ്പർ എന്ന് കൊടുത്തു. അത് കൊടുത്ത ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, വന്നു. ഇനി അത് വാങ്ങി വെക്കണം. നോർമലി ഒരു വാല്യൂവിനെ, ഇപ്പോൾ ഒരു എൻ്റർ ചെയ്തിരുന്ന നമ്പർ എന്താണോ ആ നമ്പറിനെ വാങ്ങിച്ചിട്ട് ഞാൻ എവിടെയോ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ എവിടെയോ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഞാൻ ആദ്യം അങ്ങനെ ഒരു സ്ഥലം റിസർവ് ചെയ്യണം, അതായത് ഡിക്ലെയർ ചെയ്ത് വെക്കണം. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഇൻറ്റ് നമ്പിൻ്റെ മീനിങ്, ഏതോ ഒരു ഫ്രീ സ്പേസിന് ഞാൻ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇതിലേക്ക് എനിക്ക് ഇൻറ്റിജറിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് വെക്കേണ്ട സ്ഥലം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വാങ്ങി വെച്ചാൽ മതി. ആരുടെ ഹെൽപ്പോടെ? സ്കാൻഎഫിൻ്റെ ഹെൽപ്പോടെ കൂടെ. സ്കാൻഎഫ് %d, ആംബസാൻഡ് നം. %d, എന്തുകൊണ്ട് ഇവിടെ %d കൊടുത്തത്? നമ്മിൽ കൊണ്ടുപോയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. നമ്മിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. ഇൻറ്റിജറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ്
%d ഇവിടെ എഴുതി തരാം. %d അഥവാ %i ഒക്കെ ഇൻറ്റിജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. %f ഫ്ലോട്ടിംഗ് പോയിന്റ്, %c ക്യാരക്ടർ, %s സ്ട്രിങ്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റിജർ ആയതുകൊണ്ടാണ് %d, ആംപർസാൻഡ് നം. ഇതിൻ്റെ മീനിങ് ഇവിടെ ഏത് നമ്പറാണോ എൻ്റർ ചെയ്ത് കിട്ടിയത് ആ നമ്പറിനെ ഞാൻ എടുത്തിട്ട് നമ്മിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു എന്നാണ് ഇതിൻ്റെ മീനിങ്. സപ്പോസ് 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 5 നമ്മിൽ പോയിട്ട് സ്റ്റോർ ചെയ്തു. ഇനി എനിക്ക് എന്താ വേണ്ടത്? നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് 5 ആണെങ്കിൽ 5 ഇവിടെ പ്രിൻറ്റ് ചെയ്യുക, 10 ആണെങ്കിൽ 10. അപ്പം അങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ് പ്രിൻ്റ് ഓഫ് നമ്പർ ഈസ് %d, നം. അപ്പം ഡബിൾ കോഡ്സിനുള്ളിൽ എന്ത് കൊടുത്താലും അതേപോലെ വരും. പക്ഷെ %dയും \n \t ഒന്നും വരത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? കോമ ഇട്ടിട്ട് ഞാൻ ഏതെങ്കിലും വേരിയബിൾ നെയിം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള വാല്യൂ ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം നമ്പർ ഈസ് %dൻ്റെ സ്ഥാനത്ത് എന്ത് വരും? നം എന്ന് പറഞ്ഞ വേരിയബിൾ ഏതാണോ വാല്യൂ ഉള്ളത് അതായിരിക്കും വരിക. സോ നമ്പർ ഈസ്, ഞാനിവിടെ 5 ആണ് എൻ്റർ ചെയ്തതെങ്കിൽ ആ 5 ആയിരിക്കും ഇവിടെ വരും. ഇതാണ് പ്രോഗ്രാം. ഇനി നമ്മൾ പറഞ്ഞു പ്രിൻ്റ്എഫും സ്കാൻഎഫും ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ്. അത് ഉപയോഗിക്കുമ്പോൾ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇതാണ് സ്കാൻഎഫ്.